ഹലോ ഫ്രണ്ട്സ്, കേരള PSC ആസ്പിരൻ്റ് ആയിട്ടുള്ള എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസിലെ ASM എക്സാം അതിൻ്റെ ഡേറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് നേരത്തെ തൊട്ട് പ്രിപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. കുറേ പേര് ആരംഭിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഡിഗ്രി പ്രിലിംസൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിലിരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുള്ളവർ എല്ലാവരും എക്സാം എഴുതണമല്ലോ. അപ്പോൾ നമുക്കിതൊരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഉള്ള ടൈം മാക്സിമം യൂസ് ചെയ്തൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, കാരണം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്നൊരു എക്സാമാണിത്. അപ്പോൾ എല്ലാം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുപോലെ നല്ലപോലെ വേക്കൻസികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഡിസ്ട്രിക്ട് ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഇതാണ് എക്സാം ഡേറ്റ്. ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 2-ാം തീയതി 6 ജില്ലകൾക്കും ഓഗസ്റ്റ് 9-ാം തീയതി ബാക്കിയുള്ള 8 ജില്ലകൾക്കുമാണ് നടത്തുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതി വരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്. ഇത് 6 ജില്ലകൾക്കും ഓഗസ്റ്റ് 2-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ബാക്കി ജില്ലകൾക്ക് ഓഗസ്റ്റ് 9-നാണ് നടക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ASM എക്സാമിൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 527/2024 ആയിരുന്നേ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് GK പൊതുവിജ്ഞാനം എന്ന് പറയും. പക്ഷേ എന്നാലും നമ്മളെപ്പോഴും ഈ സിലബസ് വായിക്കുമ്പോൾ തിരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് വായിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, പാർട്ട് 2 കറണ്ട് അഫെയർ ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കുണ്ട്. അതുപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയിലും 10 മാർക്കും, ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കും, പ്രാദേശിക ഭാഷ മലയാളം, തമിഴ്, കന്നഡ അതിലൊക്കെ 10 മാർക്കാണ് വരുന്നത്. അതായത് 50 മാർക്ക് നമുക്കറിയാവുന്ന പോലെ ഇത്രയും ഭാഗത്തുനിന്ന് തന്നെ വരുന്നുണ്ട്. ബാക്കി 50 മാർക്കാണ് മുകളിൽ പറഞ്ഞ് GKയിൽ വരുന്നത്.